നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ ഡോക്ടർ എവിടെയാണെന്നറിയാമോ? അത് നിങ്ങളുടെ ഹൃദയത്തിലല്ല, തലച്ചോറിലുമല്ല, നിങ്ങളുടെ വയറിനുള്ളിലാണ്. അതെ, കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകും. എന്നാൽ ഇന്ന് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനുഷ്യന്റെ കുടലിനുള്ളിലെ കോടിക്കണക്കിന് സൂക്ഷ്മജീവികളിലേക്കാണ്. കാരണം ഇവ വെറും ദഹനത്തെ മാത്രമല്ല, നിങ്ങളുടെ മാനസികാവസ്ഥ, ശരീരഭാരം, പ്രതിരോധശേഷി, ഉറക്കം, ഊർജം, ചിലപ്പോൾ വിഷാദം വരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം: നിങ്ങളുടെ ആരോഗ്യപ്രശ്നങ്ങളുടെ യഥാർത്ഥ തുടക്കം നിങ്ങളുടെ വയറിലാണെങ്കിൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ദിവസേന ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ജീവിതശൈലി, സമ്മർദ്ദം ഇതെല്ലാം ചേർന്ന് നിങ്ങളുടെ ഉള്ളിലെ ഈ അദൃശ്യ ലോകത്തെ നശിപ്പിക്കുകയാണെങ്കിൽ, അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഡോക്ടർ വില്യം ഡേവിസിന്റെ സൂപ്പർ ഗട്ട് എന്ന പുസ്തകമാണ്. വർഷങ്ങളായി ഹൃദ്രോഗ വിദഗ്ധനായി പ്രവർത്തിച്ച ഡോക്ടർ വില്യം ഡേവിസ് തന്റെ ചികിത്സാ അനുഭവങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ച ഒരു നിർണായക കാര്യമാണ് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഹൃദയം, പ്രമേഹം, അമിതവണ്ണം, ക്ഷീണം, അലർജി, ദഹന പ്രശ്നങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ എന്നിങ്ങനെ വേർതിരിച്ചു കാണുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും വേരുകൾ പലപ്പോഴും നമ്മുടെ കുടലിൽ തന്നെയായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വ്യത്യസ്ത ചോദ്യമുയർത്തുന്നത്: രോഗങ്ങളെ ചികിത്സിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗട്ടിനെ ചികിത്സിച്ചാൽ എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സൂപ്പർ ഗട്ട് എന്ന പുസ്തകം അന്വേഷിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ വയറ് വെറും ഭക്ഷണം ദഹിപ്പിക്കുന്ന ഒരു അവയവമല്ല എന്നതാണ്. അത് കോടിക്കണക്കിന് ബാക്ടീരിയകളും മറ്റു സൂക്ഷ്മജീവികളും ചേർന്ന് ജീവിക്കുന്ന അതിസങ്കീർണമായ ഒരു ആവാസ വ്യവസ്ഥയാണ്. ഇതിനെ തന്നെയാണ് ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. ഈ മൈക്രോബയോമിന്റെ സന്തുലിതാവസ്ഥ തകരുമ്പോൾ ശരീരത്തിൽ പല മാറ്റങ്ങളും ആരംഭിക്കാമെന്നും, അതേസമയം അതിനെ വീണ്ടും ആരോഗ്യകരമാക്കാൻ കഴിഞ്ഞാൽ ശരീരവും പുതിയ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങാമെന്നുമാണ് പുസ്തകം വിശദീകരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൗതുകകരമായ ഭാഗം ഇതാണ്: ഈ അദൃശ്യലോകം എങ്ങനെ നശിക്കുന്നു? നമ്മൾ ദിവസേന ചെയ്യുന്ന ഏത് ശീലങ്ങളാണ് അതിന് ഏറ്റവും വലിയ ഭീഷണി? അതിലും പ്രധാനമായി, ഈ നഷ്ടപ്പെട്ട സന്തുലിതാവസ്ഥ വീണ്ടും തിരികെ കൊണ്ടുവരാൻ ശരിക്കും കഴിയുമോ? ഡോക്ടർ വില്യം ഡേവിസ് പറയുന്നത് അതെ എന്നാണ്. അതിന് അദ്ദേഹം ശാസ്ത്രീയ പഠനങ്ങളും ചികിത്സാ അനുഭവങ്ങളും അടിസ്ഥാനമാക്കി ചില സ്വാഭാവിക സമീപനങ്ങൾ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗട്ട് മൈക്രോബയോം യഥാർത്ഥത്തിൽ എന്താണ്, എന്തുകൊണ്ടാണ് അത് ആധുനിക ജീവിതത്തിൽ ഇത്രയും വേഗത്തിൽ തകരുന്നത്, അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ സ്വാധീനിക്കുന്നു, കൂടാതെ അതിനെ വീണ്ടും ആരോഗ്യകരമാക്കാൻ ഈ പുസ്തകം നിർദ്ദേശിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്നും. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള പല ധാരണകളെയും ഈ പുസ്തകം പുതിയ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ജീവിക്കുന്ന ഈ അദൃശ്യ ലോകത്തിന്റെ അത്ഭുതങ്ങൾ അറിയാനും സൂപ്പർ ഗട്ട് എന്ന പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. നിങ്ങൾ തയ്യാറാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും റെഡി എന്ന കമന്റും ചെയ്യൂ. ചാപ്റ്റർ 1: രോഗങ്ങളുടെ ഉത്ഭവം. എന്തുകൊണ്ടാണ് നമ്മുടെ ഗട്ട് മോശമാകുന്നത്? നമ്മുടെ ശരീരത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ലോകമുണ്ട്. പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തെ ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കുന്നു. അതിനെയാണ് നമ്മൾ ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുടെ ഒരു സൈന്യമാണിത്. അവ നമ്മുടെ ദഹനവ്യവസ്ഥയിൽ വസിക്കുന്നു. ബാക്ടീരിയകൾ, ഫംഗസുകൾ, വൈറസുകൾ, മറ്റു സൂക്ഷ്മാണുക്കൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതൊക്കെ കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ ജീവികളൊന്നും നമ്മുടെ ശത്രുക്കളല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യത്തിന്റെ യഥാർത്ഥ സംരക്ഷകരാണ്. എന്നാൽ ശരീരം ഒരു സന്തുലിതാവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന്റെ ഗട്ട് മൈക്രോബയോം വളരെ ശുദ്ധവും ആരോഗ്യകരവുമാണ്. പക്ഷേ ആധുനിക ജീവിതശൈലി കാരണം അത് ക്രമേണ മോശമാകുന്നു. സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാര, വീണ്ടും വീണ്ടും ആന്റിബയോട്ടിക് മരുന്ന് കഴിക്കുന്നത്, ഉറക്കക്കുറവ്, തുടർച്ചയായ സമ്മർദ്ദം എന്നിവയെല്ലാം നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ഇത് ഡിസ്ബയോസിസ് എന്ന അവസ്ഥയിലേക്കാണ് നമ്മളെ നയിക്കുക. അതായത് നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറയുകയും ദോഷകരമായ ബാക്ടീരിയകൾ പെരുകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ദഹനപ്രശ്നങ്ങളായ വയറുവീർക്കൽ, ഗ്യാസ്, മലബന്ധം, ഇതെല്ലാം കൂടാതെ മാനസിക പ്രശ്നങ്ങളായ വിഷാദം, ഉത്കണ്ഠ, തലച്ചോറിൽ മൂടൽ പോലെ തോന്നുന്ന ബ്രെയിൻ ഫോഗ് എന്നിവയും ഉണ്ടാകുന്നു. ഇതിനു പുറമെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്, അതായത് സൈബോ എന്നൊരവസ്ഥയും പ്രധാന വില്ലനായി വരുന്നു.
സാധാരണയായി വൻകുടലിൽ കാണേണ്ട ബാക്ടീരിയകൾ ചെറുകുടലിൽ പെരുകുമ്പോൾ ഇത് ദഹനത്തെ തകരാറിലാക്കുകയും വയറ്റിൽ ഗ്യാസ് നിറച്ച് വയറുവേദനയും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥ പലപ്പോഴും സാധാരണ അസിഡിറ്റി പ്രശ്നങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇതുകൂടാതെ പ്രതിരോധശേഷി ദുർബലമാകുകയും ശരീരം വീണ്ടും വീണ്ടും രോഗങ്ങളുടെ പിടിയിലകപ്പെടുകയും ചെയ്യുന്നു. സൂപ്പർ ഗട്ട് എന്ന പുസ്തകത്തിൽ ഒരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. വയറുവേദന, ഉത്കണ്ഠ, ക്ഷീണം എന്നിവ കാരണം ഒരു സ്ത്രീ പതിവായി ബുദ്ധിമുട്ടിയിരുന്നു. ഡോക്ടർമാർ അവൾക്ക് ആന്റാസിഡുകളും ആന്റിബയോട്ടിക്കുകളും മാത്രമേ നൽകിയിരുന്നുള്ളൂ. പക്ഷെ യാതൊരു മാറ്റവും അവർക്ക് അനുഭവപ്പെട്ടില്ല. അവർ ഡോക്ടർ ഡേവിസിന്റെ അടുത്തു ചെന്നു. അദ്ദേഹത്തിന്റെ ഗട്ട് പ്രോട്ടോകോൾ പിന്തുടർന്നപ്പോൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ ക്രമേണ ഇല്ലാതാകാൻ തുടങ്ങി. അവരുടെ വയറ് മാത്രമല്ല, അവരുടെ മാനസികാവസ്ഥയും ഊർജ്ജനിലയും ചർമ്മവും മെച്ചപ്പെട്ടു. ഇതൊരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. യഥാർത്ഥ ചികിത്സ പുറത്തല്ല, മറിച്ച് നമ്മുടെ വയറിനുള്ളിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നൂറുകണക്കിന് ആളുകളുണ്ട് ഡോക്ടർ ഡേവിസിന്റെ പേഷ്യൻസായിട്ട്. അവർക്കെല്ലാമുള്ള അനുഭവം ഈ ചികിത്സ വളരെ ഫലപ്രദമാണെന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ മനസ്സിലാക്കിയാൽ നമ്മുടെ പകുതിയിലധികം പ്രശ്നങ്ങളും വേരുകളോടെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും എന്ന കാര്യമാണ്. ചാപ്റ്റർ 2. നിശബ്ദമായി പടരുന്ന മഹാമാരി. ലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യം ഉള്ളിൽ നിന്ന് പതിയെ നശിപ്പിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന പകർച്ചവ്യാധിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ ഇത് പലർക്കും അറിയാറില്ല. ഈ രോഗത്തിന്റെ പേരാണ് സൈബോ, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്. ഇതിന്റെ അർത്ഥം നമ്മുടെ ചെറുകുടലിൽ ബാക്ടീരിയകളുടെ എണ്ണം ആവശ്യത്തിനേക്കാൾ കൂടുതലായി പെരുകുന്നു എന്നതാണ്. ഈ ബാക്ടീരിയകൾ ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലാണ് അവ വളരുക. സാധാരണയായി മിക്ക ബാക്ടീരിയകളും വൻകുടലിലാണ് കാണുന്നത്. അവിടെ ദഹനത്തെ സഹായിക്കുക എന്നതാണ് അവയുടെ ജോലി. എന്നാൽ ഈ ബാക്ടീരിയകൾ ചെറുകുടലിൽ പെരുകാൻ തുടങ്ങുമ്പോൾ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ഭക്ഷണം ചെറുകുടലിൽ എത്തുമ്പോൾ ഈ ബാക്ടീരിയകൾ ആഹാരത്തെ പുലിപ്പിച്ച് ഒരു വാതകമുണ്ടാക്കുന്നു, ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നു. ഇവിടെ ഇത് വയറ് വീർക്കുന്നതിനും വേദനയ്ക്കും കാരണമാകുന്നു. ഒരാൾക്ക് വയറിൽ എല്ലായ്പ്പോഴും അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ എങ്ങനെയുണ്ടായിരിക്കും? അത് വല്ലാത്തൊരു ജീവിതം തന്നെയായിരിക്കും. ഇത്തരമൊരവസ്ഥയാണ് സൈബോ കൊണ്ടുണ്ടാകുന്നത്. അതായത് തെറ്റായ സ്ഥലത്ത് ബാക്ടീരിയ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഒട്ടേറെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എപ്പോഴും ഗ്യാസ് ഉണ്ടാകുക, വയറ് വീർക്കുക, ഭക്ഷണം കഴിച്ച ഉടനെ വയറ് നിറഞ്ഞതുപോലെ തോന്നുക, തലച്ചോറിൽ മൂടൽ പോലെ തോന്നുക, ചർമ്മത്തിൽ മുഖക്കുരു, മറ്റലർജി പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ എപ്പോഴും ക്ഷീണം, മലബന്ധം, അതല്ലെങ്കിൽ വയറിളക്കം, ഇവയൊക്കെയാണ് ഈ സൈബോയുടെ സാധാരണ ലക്ഷണങ്ങൾ. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ പതിയെ സൈബോ വളരുന്നു എന്നതിന്റെ സൂചനകളാണ്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ബാധിക്കുന്ന ഒരു നിശബ്ദ പകർച്ചവ്യാധിയാണ് സൈബോ. ദുഃഖകരമെന്ന് പറയട്ടെ, മിക്ക ഡോക്ടർമാർക്കും ഇത് തിരിച്ചറിയാൻ കഴിയാറില്ല. ആളുകൾ പലപ്പോഴും ലക്ഷണങ്ങളുമായി ഡോക്ടറെ സമീപിക്കുമ്പോൾ അവർക്ക് അസിഡിറ്റിക്കുള്ള മരുന്നുകൾ, പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ ഫൈബർ എടുക്കാനുള്ള ഉപദേശം മാത്രമാണ് ലഭിക്കുക. പക്ഷേ യഥാർത്ഥ കാരണം, അതായത് സൈബോ, ചികിത്സിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ ഗട്ടിന്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കണമെങ്കിൽ സൈബോയെ ആദ്യം തിരിച്ചറിയുകയും പിന്നീട് ചികിത്സിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്നാണ് ഡോക്ടർ ഡേവിസ് വിശ്വസിക്കുന്നത്. ഇതിനായി അദ്ദേഹം ഒരു ലളിതമായ പരിശോധനയാണ് നിർദ്ദേശിക്കുന്നത്. ഹൈഡ്രജൻ മീഥേൻ ബ്രെത്ത് ടെസ്റ്റ് എന്നാണിതറിയപ്പെടുന്നത്. ബാക്ടീരിയകൾ പുറത്തുവിടുന്ന വാതകങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശ്വാസത്തിൽ അളന്നെടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഈ വാതകങ്ങൾ കൂടിയ അളവിൽ കാണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുകുടലിൽ സൈബോ ഉണ്ടെന്ന് മനസ്സിലാക്കാം. മരുന്നുകൊണ്ട് മാത്രം സൈബോ ചികിത്സിക്കാൻ കഴിയില്ല. ഇതിന് പൂർണ്ണമായ ജീവിതശൈലിയുടെ മാറ്റം ആവശ്യമാണ്. ഡോക്ടർ ഡേവിസ് ഒരു പ്രത്യേക സൈബോ ഡീറ്റോക്സ് പ്രോട്ടോകോൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ ശരിയായ ഭക്ഷണം, ശരിയായ തരം ബാക്ടീരിയകളെ സപ്പോർട്ട് ചെയ്യലും ഗട്ടിനെ പുനഃസ്ഥാപിക്കാനുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങളും ഉൾപ്പെടുന്നു. ഗട്ട് ശരിയായ രീതിയിൽ വൃത്തിയാക്കിയാൽ വയറ് മാത്രമല്ല, തലച്ചോറ്, ചർമ്മം, ഊർജ്ജനില, പ്രതിരോധശേഷി എന്നിവയിലും വലിയ പുരോഗതി കാണാൻ കഴിയുമെന്നാണ് ഡോക്ടർ ഡേവിസ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ആരോഗ്യം വീണ്ടും വീണ്ടും വഷളാകുകയും ഡോക്ടർമാർക്ക് കൃത്യമായ കാരണം കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അതിന് കാരണം സൈബോ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന്. അത് പതിയെ പതിയെ നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് ദുർബലമാക്കുന്നു. നമ്മളിത് തിരിച്ചറിയാത്തിടത്തോളം കാലം ശരിയായ ചികിത്സയും നമുക്ക് ലഭിക്കില്ല. ചാപ്റ്റർ 3. നിങ്ങളുടെ ഭക്ഷണത്തിലെ 3 ശത്രുക്കൾ. നമ്മൾ സാധാരണയായി കേൾക്കാറുണ്ട്, ഭക്ഷണം വയറ് നിറയ്ക്കാൻ മാത്രമല്ല, ശരിയായി കഴിച്ചാൽ അതൊരു മരുന്നുകൂടിയാകാമെന്ന്. എന്നാൽ ഇന്നത്തെ ആധുനിക ഭക്ഷണത്തിൽ നമ്മൾ ദിവസവും കഴിക്കുന്ന ചില കാര്യങ്ങൾ മരുന്നിനു പകരം വിഷമയമായി മാറിയിരിക്കുന്നു.
പ്രത്യേകിച്ചും ഗട്ട് ഹെൽത്തിന്റെ കാര്യത്തിൽ. നിങ്ങളുടെ വയറും മൈക്രോബയോമും വീണ്ടും ആരോഗ്യകരമാക്കണമെങ്കിൽ ചില പ്രത്യേക ഭക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഡോക്ടർ വില്യം ഡേവിസ് വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നത് പഞ്ചസാരയാണ്. അത് വെളുത്ത പഞ്ചസാരയോ ബ്രെഡിൽ ഒളിഞ്ഞിരിക്കുന്നതോ ജ്യൂസിലോ സോസിലോ ചേർത്തതോ ആകട്ടെ, ഇതെല്ലാം നിങ്ങളുടെ ഗട്ടിന് ഏറ്റവും വലിയ അപകടമാണ്. പഞ്ചസാര ഗട്ടിലുള്ള ദോഷകരമായ ബാക്ടീരിയകൾക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്യുന്നത്. ഇത് അവയുടെ വളർച്ച വേഗത്തിലാക്കുകയും ആരോഗ്യകരമായ ബാക്ടീരിയകൾ പതിയെ നശിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. രണ്ടാമതായി പ്രോസസ് ചെയ്ത കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് വളരെയധികം പ്രോസസ് ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ. വെളുത്ത ബ്രെഡ്, ബിസ്ക്കറ്റ്, പാസ്ത, ഉപ്പുള്ള പലഹാരങ്ങൾ, റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഇവയിൽപ്പെടും. ഈ ഭക്ഷണങ്ങളിൽ നാരുകൾ തീരെയില്ല. ഇത് ഗട്ടിന് യാതൊരു പോഷണവും നൽകുന്നില്ല. നേരെ മറിച്ച് ഇത് ഗട്ടിന്റെ ആവരണം ദുർബലമാക്കുകയും വീക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായി വളരെ സാധാരണവും എന്നാൽ ദോഷകരവുമായൊരു കാര്യമാണ് ധാന്യങ്ങൾ, പ്രത്യേകിച്ച് ഗോതമ്പ്. ഗോതമ്പിലുള്ള ഗ്ലൂട്ടനും വീറ്റ് ജേം എഗ്ലൂട്ടിനിൻ എന്ന പ്രോട്ടീനും ഗട്ട് ആവരണത്തിന് കേടുവരുത്തുന്നുണ്ടെന്നാണ് ഡോക്ടർ ഡേവിസ് പറയുന്നത്. ഇത് ഗട്ടിന്റെ ഭിത്തികളിൽ ചോർച്ചയുണ്ടാക്കുന്നു. ഇതിനെയാണ് ലീക്കി ഗട്ട് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കം തുടങ്ങുകയും ഓട്ടോ ഇമ്മ്യൂൺ പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. തെറ്റായ ഭക്ഷണം വയറിനെയും ദഹനവ്യവസ്ഥയെയും നശിപ്പിക്കുക മാത്രമല്ല, ഗട്ട് ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ പൂർണ്ണമായി തകർക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യകരമായ ബാക്ടീരിയകൾക്ക് ഭക്ഷണം കിട്ടാതെയാകുന്നു. അതേസമയം ദോഷകരമായ ബാക്ടീരിയകൾ പഞ്ചസാരയും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും കഴിച്ച് തഴച്ചു വളരുകയും ചെയ്യുന്നു. ഇത് വയറുവീർക്കൽ, ക്ഷീണം, ഉത്കണ്ഠ, സ്കിൻ പ്രോബ്ലംസ്, കൂടെയുള്ള രോഗങ്ങൾ ഇവയ്ക്കൊക്കെ കാരണമാകുന്നു. ഈ 3 കാര്യങ്ങൾ മാത്രം ഒഴിവാക്കി തങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റം വരുത്തിയ നിരവധി ആളുകളുടെ കഥകൾ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളോളം മൈഗ്രെയിൻ, വയറുവേദന, സ്കിൻ അലർജി എന്നിവ കാരണം ബുദ്ധിമുട്ടിയ ഒരു സ്ത്രീ ഗോതമ്പും മൈദയും പഞ്ചസാരയും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവളുടെ എല്ലാ ലക്ഷണങ്ങളും ഇല്ലാതായി എന്നാണ് പറയുന്നത്. അവരുടെ മുഖത്ത് തിളക്കം വന്നു, വയറ് ശരിയായി, മാനസികാവസ്ഥയും മെച്ചപ്പെട്ടു. ഇതുപോലെ നിരവധി ആളുകൾ മരുന്നില്ലാതെ ഭക്ഷണം മാത്രം മാറ്റിയപ്പോൾ തങ്ങളുടെ ഭാരം കുറഞ്ഞെന്നും ഉറക്കം മെച്ചപ്പെട്ടെന്നും പുതിയ ഊർജം ലഭിച്ചെന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ ഗട്ട് ഹീലിംഗ് യാത്ര തുടങ്ങണമെങ്കിൽ ഈ 3 ശത്രുക്കളെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ആദ്യം ഒഴിവാക്കണമെന്നാണ് ഡോക്ടർ ഡേവിസ് പറയുന്നത്. ഇതാണ് യഥാർത്ഥ മരുന്ന്. ഈ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ എന്ന കേട്ടോ കിട്ടുക. നിങ്ങളുടെ ഭക്ഷണത്തട്ടിലാണ് ഇതൊളിഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 4 സൂപ്പർ ഗട്ട് പ്രോട്ടോകോൾ. നിങ്ങളുടെ ഗട്ടിനെ എങ്ങനെ വീണ്ടും നിർമ്മിച്ചെടുക്കാം. ഗട്ട് ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ദോഷം വരുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി യഥാർത്ഥ മാറ്റങ്ങൾ തുടങ്ങേണ്ട ഘട്ടമാണ്. അതായത് നമ്മുടെ ഗട്ടിനെ ഒരു സൂപ്പർ ഗട്ട് പോലെ വീണ്ടും നിർമ്മിക്കുക. ഇതിനായി തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല, ശരിയായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. നമുക്കെല്ലാം ഒരു 10, 15, 18 വയസ്സുള്ള സമയത്ത് എന്ത് ആഹാരം കഴിച്ചാലും പെട്ടെന്ന് ദഹിക്കുകയും വയറിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യാറില്ല. അതേസമയം പ്രായം കൂടുന്നതിനനുസരിച്ച് ദഹനം സ്ലോ ആകുന്നു. ചില ഭക്ഷണങ്ങൾ വയറിന് കഴിക്കാൻ പറ്റാതെ വരുന്നു. പലപ്പോഴും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏറെ ഇഷ്ടമാണെങ്കിലും മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതെല്ലാം ഗട്ട് ഹെൽത്ത് കുറവായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഗട്ട് ശരിയാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നല്ല ബാക്ടീരിയകളെ വീണ്ടും നിറയ്ക്കുക എന്നതാണ്. എന്നാൽ ഈ പ്രയോജനകരമായ ബാക്ടീരിയകൾ എവിടെ നിന്ന് വരുമെന്നതാണ് നിങ്ങൾ ആലോചിക്കുന്നത്, അല്ലേ? ഇതിനുള്ള ഏറ്റവും ലളിതമായ ഉത്തരം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ എന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഗട്ടിലെ മൈക്രോബയോമിനെ ഒന്നുകിൽ ശക്തിപ്പെടുത്തുന്നു, അതല്ലെങ്കിൽ പൂർണ്ണമായും നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ നല്ല ബാക്ടീരിയകളെ ഉണ്ടാക്കാനും അവയെ ജീവനോടെ നിലനിർത്താനും സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ആദ്യത്തേത് പുളിപ്പിച്ച ഭക്ഷണങ്ങളാണ്. അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര്, പഴങ്കഞ്ഞി, അച്ചാറുകൾ, ഉപ്പിലിട്ടത്, ഇത്തരത്തിലുള്ളവ. ഇവയിൽ സ്വാഭാവികമായി ലക്ഷക്കണക്കിന് നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗട്ടിൽ നേരിട്ട് പ്രവർത്തിക്കുകയും ആരോഗ്യകരമായ മൈക്രോബയോമിനെ വീണ്ടും സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഏറ്റവും എളുപ്പമുള്ള മാർഗം, തലേ ദിവസത്തെ ചോറ് ബാക്കി വരുമ്പോൾ അതല്പം എടുത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം അതിലല്പം തൈര് ചേർത്ത് കുടിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ പഴങ്കഞ്ഞി കുടിക്കാൻ ആർക്കും വലിയ താൽപ്പര്യമുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ വയറിന്റെ അസ്വസ്ഥത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക. തീർച്ചയായും ഫലം കാണും. തീ പോലെ എരിയുന്ന വയറ് വളരെ ശാന്തമാവുകയും അതോടൊപ്പം തന്നെ ദഹനവ്യവസ്ഥ മെച്ചപ്പെടുകയും എല്ലാം ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രീബയോട്ടിക്സ് ആണ്. അതായത് ഗട്ടിലുള്ള നല്ല ബാക്ടീരിയകളെ വളരാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ. സവാള, വെളുത്തുള്ളി, പച്ച നേന്ത്രപ്പഴം, ബീട്രൂട്ട്, ചേമ്പ്, ഓട്സ് ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.
ഇവയിൽ ധാരാളം നാരുകളുണ്ട്. ഇത് നിങ്ങളുടെ ഗട്ടിൽ ശരിയായ ബാക്ടീരിയകൾക്ക് വളരാൻ അവസരം നൽകുന്നു. ഇത് കൂടാതെ ഗട്ടിനെ സുഖപ്പെടുത്താൻ വളരെ ഫലപ്രദമായ ചില പ്രകൃതിദത്തമായ കാര്യങ്ങളുണ്ട്. ചീര, ബ്രോക്കോളി, ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് പോലുള്ള നാരുകൾ നിറഞ്ഞ പച്ചക്കറികൾ. ഇത് ഗട്ടിന്റെ ഭിത്തികളെ നന്നാക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബോൺ ബ്രോത്ത് അഥവാ എല്ലിന്റെ സൂപ്പ്. ഇതിൽ കൊളാജൻ, അമിനോ ആസിഡുകൾ, മറ്റ് അവശ്യ ഘടകങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് ലീക്കായ ഗട്ടിനെ ശരിയാക്കുകയും നിങ്ങളുടെ കുടലിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഗട്ട് ഹെൽത്തിന് വേണ്ട ഭക്ഷണത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഭക്ഷണം മാത്രം മതിയോ? മതിയാകില്ല. നമ്മുടെ ദൈനംദിന ശീലങ്ങളും ഗട്ട് ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഉറക്കക്കുറവ്, തുടർച്ചയായ സ്ട്രെസ്, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് എന്നിവയെല്ലാം ഗട്ട് ഹെൽത്തിനെ പതിയെ നശിപ്പിക്കുമെന്നാണ് ഡോക്ടർ ഡേവിസ് ഊന്നി പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഗട്ടിനെ ആരോഗ്യകരമാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ രാത്രിയും 7-8 മണിക്കൂർ സുഖമായ ഉറക്കം വളരെ പ്രധാനമാണ്. സ്വയം വിശ്രമിക്കാൻ ധ്യാനമോ യോഗയോ എല്ലാം തിരഞ്ഞെടുക്കണം. ഇത് മാനസിക ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കൂടാതെ ശരീരത്തിലെ വിഷവസ്തുക്കൾ എളുപ്പത്തിൽ പുറത്തുപോകാൻ ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ശരീരത്തെ ചലിപ്പിക്കുകയും വേണം. ഈ ചെറിയതും എന്നാൽ ശക്തമായ ശീലങ്ങളാണ് ഒരു ദുർബലമായ രോഗിയായ ഗട്ടിനെ ഒരു സൂപ്പർ ഗട്ടാക്കി മാറ്റുന്നത്. നിങ്ങളുടെ ഗട്ട് ശക്തമാകുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ശരീരവും അതിന്റെ ഫലം അനുഭവിക്കും. നിങ്ങളുടെ മാനസികാവസ്ഥ മുതൽ ഊർജം, സ്കിൻ, ഉറക്കം, പ്രതിരോധശേഷി, ആത്മവിശ്വാസം ഇവയെല്ലാം മെച്ചപ്പെടും. ഒരു സൂപ്പർ ഗട്ട് എന്നാൽ ഒരു സൂപ്പർ നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ചാപ്റ്റർ 5 സൂപ്പർ ഗട്ട് പ്രോട്ടോകോൾ. എളുപ്പമുള്ള തുടക്കം. ഡോക്ടർ വില്യം ഡേവിസിന്റെ സൂപ്പർ ഗട്ട് എന്ന പുസ്തകത്തിലെ ഏറ്റവും അതുല്യവും പ്രായോഗികവുമായ ഭാഗമാണ് അദ്ദേഹത്തിന്റെ സൂപ്പർ ഗട്ട് പ്രോട്ടോകോൾ. ഇത് വിലയേറിയ മരുന്നുകളോ ഡോക്ടർമാരുടെ അടുത്തേക്കുള്ള യാത്രകളോ ഇല്ലാതെ ആർക്കും വീട്ടിൽ സ്വയം പിന്തുടരാൻ കഴിയുന്ന ഒരു വഴികാട്ടിയാണ്. ഈ പ്രോട്ടോകോളിന്റെ ലക്ഷ്യം ഗട്ടിലുള്ള മോശം ബാക്ടീരിയകളെ നീക്കം ചെയ്യുകയും നല്ല ബാക്ടീരിയകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ ഗട്ടിന്റെ സന്തുലിതാവസ്ഥ വീണ്ടും സ്ഥാപിക്കാൻ സാധിക്കുന്നു. പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രത്യേകമായ ഒന്നാണ് സൈബോ യോഗേർട്ട്. ഇത് സാധാരണ തൈരല്ല, മറിച്ച് ചില പ്രത്യേകതരം നല്ല ബാക്ടീരിയകൾ അടങ്ങിയ ഒരു സൂപ്പർ ചാർജ്ഡ് തൈരാണ്. ലാക്ടോബാസിലസ് റൂട്ടറി, ലാക്ടോബാസിലസ് ഗാസറി, ബിഫിഡോബാക്ടീരിയം ഇൻഫാന്റസ് എന്നിവ പോലുള്ളവ. ഇവയുടെ ജോലി ദഹനത്തെ മെച്ചപ്പെടുത്തുക മാത്രമല്ല, ഗട്ടിന്റെ ആവരണം വീണ്ടും ഉണ്ടാക്കുകയും ലീക്കായ ഗട്ട് ശരിയാക്കുകയും സൈബോ പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളെ നേരിടുകയും ചെയ്യുക എന്നതാണ്. ഈ തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഇതിന് കുറച്ച് പ്രത്യേക തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് കേട്ടോ. ഇതിനായി പാല് ചൂടാക്കി ശ്രദ്ധയോടെ എടുത്ത് പ്രോബയോട്ടിക് ഗുളികകൾ ചേർക്കുന്നു. എന്നിട്ട് ഏകദേശം 36 മണിക്കൂർ പ്രത്യേക താപനിലയിൽ പുളിപ്പിക്കാൻ വെക്കുന്നു. ഈ നീണ്ട പുളിപ്പിക്കലിന്റെ ലക്ഷ്യം സാധാരണ തൈരിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ നല്ല ബാക്ടീരിയകളെ ഉണ്ടാക്കുക എന്നതാണ്. പുളിപ്പിക്കൽ തൈരിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ. ആളുകൾ വീട്ടിൽ തന്നെ പുളിപ്പിച്ച പച്ചക്കറികൾ ഉണ്ടാക്കാൻ തുടങ്ങണമെന്നാണ് ഡോക്ടർ ഡേവിസ് പറയുന്നത്. കാബേജ് അച്ചാർ, വെള്ളരിക്ക, ക്യാരറ്റ്, പഴം കഞ്ഞി, ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത മിശ്രിതം ഇവയെല്ലാം ഉദാഹരണങ്ങളാണ്. ഈ ഭക്ഷണങ്ങളെല്ലാം ഗട്ട് മൈക്രോബയോമിനെ വർദ്ധിപ്പിക്കുക മാത്രമല്ല, ശരീരത്തിലെ വിട്ടുമാറാത്ത വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം മികച്ച ഫലം നൽകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് നല്ല ബാക്ടീരിയകൾക്ക് നിങ്ങളുടെ ഗട്ടിൽ കൂടുതൽ കാലം നിലനിൽക്കാനും വളരാനും സഹായിക്കുന്നു. ഈ കൂട്ടുകെട്ട് ഗട്ട് ഹീലിംഗിനും പ്രതിരോധശേഷി മെച്ചപ്പെടാനും ഫലപ്രദമാണെന്ന് ശാസ്ത്രീയ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ പ്രോട്ടോകോൾ പിന്തുടരുന്ന ആളുകളുടെ വയറ്റിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഉറക്കം, മാനസികാവസ്ഥ, ഹോർമോൺ സന്തുലിതാവസ്ഥ, മെറ്റബോളിസം ഇവയെല്ലാം മെച്ചപ്പെട്ടതായി കാണിക്കുന്ന നിരവധി ഗവേഷണ പഠനങ്ങളും ക്ലിനിക്കൽ ഉദാഹരണങ്ങളും പുസ്തകത്തിലുണ്ട്. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ശരിയാക്കണമെങ്കിൽ മരുന്നുകളെ മാത്രം ആശ്രയിച്ചാൽ പോരാ എന്നാണ്. നിങ്ങളുടെ അടുക്കളയെ നിങ്ങളുടെ ലബോറട്ടറിയാക്കി മാറ്റുക. നിങ്ങളുടെ ശരീരത്തിന് യഥാർത്ഥ മരുന്നായി മാറുന്ന കാര്യങ്ങൾ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കുക. ഇതാണ് സൂപ്പർ ഗട്ട് എന്ന് പറയുന്നത്. ലളിതവും ചിലവ് കുറഞ്ഞതും അതേസമയം നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുമുള്ളതുമായ ഭക്ഷണങ്ങൾ. പണ്ടുള്ള അമ്മുമ്മമാരും അമ്മമാരുമൊക്കെ വീട്ടിൽ ഉപ്പിലിട്ടത് വയ്ക്കും, പഴം കഞ്ഞി കുടിപ്പിക്കും, പലതരം അച്ചാറുകൾ ഉണ്ടാക്കും. ഇന്ന് പലപ്പോഴും എല്ലാവരും റെഡിമെയ്ഡായി പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ഉപ്പിലിട്ടതും അച്ചാറുകളുമെല്ലാമാണ് ഉപയോഗിക്കാറ്. പുറമേ നിന്ന് വാങ്ങുന്നത് ഒരുപാട് പ്രിസർവേറ്റീവ്സ് ചേർത്തവയായിരിക്കും.
അതുകൊണ്ടുതന്നെ നിങ്ങൾ വിചാരിച്ച ഒരു ഗുണം അത്തരം ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടണമെന്നില്ല. അതിനാൽ കുക്കുംബർ, പപ്പായ, നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് അരിഞ്ഞ് ഒരു കുപ്പിയിൽ ഉപ്പിലിട്ട് വയ്ക്കാവുന്നതാണ്. ഇതെല്ലാ ദിവസവും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. തൈര്, ഉപ്പിലിട്ടത്, പഴംകഞ്ഞി ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളും പച്ചക്കറികളുമെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുക. നല്ല ആരോഗ്യമുള്ള ഒരു ഗട്ട് ഇതിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ചാപ്റ്റർ 6 ഗട്ട് ബ്രെയിൻ കണക്ഷൻ, മനസ്സിന്റെയും ശരീരത്തിന്റെയും ബന്ധം. നമ്മുടെ തലച്ചോറിനും കുടലിനും ഇടയിൽ വളരെ ആഴത്തിലുള്ളതും മാന്ത്രികവുമായ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധത്തെയാണ് ഇന്ന് ശാസ്ത്രം ഗട്ട് ബ്രെയിൻ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ മാനസികാവസ്ഥ, ചിന്തിക്കാനുള്ള കഴിവ് എന്നിന് നമ്മുടെ ഉറക്കം പോലും നമ്മുടെ ഗട്ടിന്റെ ആരോഗ്യത്തെ നേരിട്ട് ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഡോക്ടർ വില്യം ഡേവിസ് പറയുന്നത്. വയറ് ശരിയല്ലാത്തപ്പോൾ മനസ്സിന് അസ്വസ്ഥതയുണ്ടാകുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ വയറ്റിൽ പുളിച്ചു തിരട്ടലും ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ഇത് യാദൃശ്ചികമല്ല, മറിച്ച് നിങ്ങളുടെ ഗട്ടിനും തലച്ചോറിനുമിടയിലുള്ള ഒരു ദ്വിദിശയിലുള്ള ആശയവിനിമയമാണ്. ഈ ആശയവിനിമയം നടക്കുന്നത് വേഗസ് നെർവ് എന്ന ഒരു പ്രത്യേക ഞരമ്പിലൂടെയാണ്. നമ്മുടെ ഗട്ടിലെ സന്തുലിതാവസ്ഥ ശരിയല്ലെങ്കിൽ, അതായത് ദോഷകരമായ ബാക്ടീരിയകൾ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഗട്ട് ആവരണത്തിന് ചോർച്ചയുണ്ടെങ്കിൽ, ഈ അവസ്ഥ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്നു. ഇതിന്റെ ഫലമായി ഉത്കണ്ഠ, വിഷാദം, ബ്രെയിൻ ഫോഗ്, ഉറക്കക്കുറവ് എന്നിവയെല്ലാം ഉണ്ടാകുന്നു. വർഷങ്ങളായി വിഷാദരോഗം അതല്ലെങ്കിൽ ഉത്കണ്ഠയുമായി മല്ലിടുന്ന ആളുകൾക്ക് അവർ തങ്ങളുടെ ഗട്ടിനെ പരിപാലിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് സൈബോ യോഗർട്ട്, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ എന്നിവ കഴിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുകയും മനസ്സ് ശാന്തമാവുകയും ഉറക്കം ആഴത്തിലുള്ളതാവുകയും ചെയ്തു. ഈ മാറ്റങ്ങൾ അവരുടെ ചിന്തയിൽ മാത്രമായിരുന്നില്ല, മറിച്ച് മെഡിക്കൽ സ്കാനറുകളും അവരുടെ ബിഹേവിയറുകളും പരിശോധിച്ചാണിത് ശരിയാണെന്ന് കണ്ടെത്തിയത്. ഇതിലെ രസകരമായ ഒരു ആശയമാണ് സൈക്കോബയോട്ടിക്സ്. ഇത് ദഹനത്തെ മാത്രമല്ല, മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്ന പ്രത്യേക പ്രോബയോട്ടിക്സ് ആണ്. അതായത് ഈ ബാക്ടീരിയകൾ നിങ്ങളുടെ തലച്ചോറിലെ സെറട്ടോണിൻ, ഡോപ്പമിൻ പോലുള്ള സന്തോഷം നൽകുന്ന രാസവസ്തുക്കളെ സ്വാധീനിക്കുന്നു. ലാക്ടോബാസിലസ് റൂട്ടറി, ബിഫിഡോബാക്ടീരിയ പോലുള്ള സൈക്കോബയോട്ടിക്സ് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു. ഇവ സമ്മർദ്ദം കുറയ്ക്കുന്നു, മാനസിക ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ന്യൂറോ സയൻസും സൈക്യാട്രിയും ഇന്ന് ഈ വസ്തുത അംഗീകരിക്കുന്നത്. തലച്ചോറിനെ മരുന്നുകൊണ്ടു മാത്രമല്ല, ഗട്ടിനെ നന്നാക്കിയും ചികിത്സിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഗട്ട് സുഖപ്രാപിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കും. നിങ്ങൾക്ക് കൂടുതൽ ശാന്തതയും കൂടുതൽ ശ്രദ്ധയും കൂടുതൽ സന്തോഷവും അനുഭവപ്പെടും. അതുകൊണ്ട് വർഷങ്ങളായി അസ്വസ്ഥമായ മാനസികാവസ്ഥയും ഉത്കണ്ഠയും അല്ലെങ്കിൽ ഉറക്കപ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ, അതിന്റെ ഉത്തരം നിങ്ങളുടെ തലച്ചോറിലായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ വയറ്റിലായിരിക്കാം. നിങ്ങളൊരു സൂപ്പർ ഗട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു സൂപ്പർ മൈൻഡിനും കൂടിയാണ് അടിത്തറയിടുന്നത്. ചാപ്റ്റർ 7 സൂപ്പർ ഗട്ട്, നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ താക്കോൽ. നമ്മൾ സൂപ്പർ ഗട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണയായ ആളുകൾ ഇത് വയറ്റിന്റെയോ ദഹനവ്യവസ്ഥയുടെയോ ആരോഗ്യത്തിന് മാത്രമുള്ളതാണെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ഫലം നമ്മുടെ മുഴുവൻ ശരീരത്തിലുമുണ്ട്. നിങ്ങളുടെ ഗട്ട് ആരോഗ്യകരമാകുമ്പോൾ ഇത് നിങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ ചർമ്മത്തെ തിളക്കമുള്ളതും വൃത്തിയുള്ളതുമാക്കുന്നതിനും സഹായിക്കുന്നു. ഇതിന് പ്രത്യേക കലോറി കണക്കോ വിലയേറിയ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളോ ആവശ്യമില്ല. ആദ്യത്തേത് ഭാരം കുറയ്ക്കുന്നതിനെക്കുറിച്ചാണ്. പലരും മണിക്കൂറുകളോളം വ്യായാമം ചെയ്യുകയും ഡയറ്റ് ചെയ്യുകയും ചെയ്യുന്നു, എന്നിട്ടും ഭാരം കുറയുന്നില്ല. ഇതിന് കാരണം ഗട്ട് മോശമായതുകൊണ്ടാണ്. നിങ്ങളുടെ ഗട്ട് ശരിയല്ലാത്തപ്പോൾ നിങ്ങളുടെ മെറ്റബോളിസം മന്ദഗതിയിലാകുകയും ശരീരത്തിൽ വീക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂപ്പർ ഗട്ട് പ്രോട്ടോകോൾ പോലുള്ള കാര്യങ്ങൾ പിന്തുടരുമ്പോൾ നിങ്ങളുടെ മെറ്റബോളിസം നന്നായി പ്രവർത്തിക്കുന്നു. ഇത് കലോറി കണക്കാക്കാതെ തന്നെ നിങ്ങളുടെ ഭാരം ക്രമേണ കുറയ്ക്കാൻ സഹായിക്കുന്നു. കാരണം നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിപ്പിക്കാനും ആവശ്യമായ പോഷകങ്ങൾ ശരിയായി ഉപയോഗിക്കാനും കഴിയുന്നു. രണ്ടാമത്തെ പ്രധാന കാര്യം നിങ്ങളുടെ പ്രതിരോധശേഷിയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 70% പ്രതിരോധ സംവിധാനവും ഗട്ടിലാണ്. ഗട്ടിലെ ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ മോശമായാൽ നിങ്ങളുടെ പ്രതിരോധശേഷി ദുർബലമാകും. ഇത് ഇടയ്ക്കിടെ ജലദോഷം, ചുമ, അലർജി, അണുബാധ എന്നിവയ്ക്ക് കാരണമാകുന്നു. എന്നാൽ നിങ്ങൾ ഗട്ടിനെ ശരിയാക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അണുബാധകളെ ചെറുക്കാൻ കൂടുതൽ തയ്യാറെടുക്കുന്നു.
നിങ്ങൾക്ക് അസുഖം പിടിപെടുന്നത് കുറയുന്നു, അലർജികൾ കുറയുന്നു. നിങ്ങളുടെ ശരീരം എല്ലാ രോഗങ്ങൾക്കെതിരെയും സ്വയം സംരക്ഷിക്കാൻ തുടങ്ങുന്നു. മൂന്നാമത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങളുടെ സ്കിന്നാണ്, ചർമ്മം. ഗട്ടിന്റെ ആരോഗ്യവും ചർമ്മവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. എക്സിമ, മുഖക്കുരു, വരണ്ട ചർമ്മം, അതല്ലെങ്കിൽ തിണപ്പ് എന്നിവ പലപ്പോഴും വയറ്റിലെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകാം. ഗട്ട് ശരിയാകുമ്പോൾ വീക്കം കുറയുന്നു, വിഷവസ്തുക്കൾ പുറത്തുപോകുന്നു, നിങ്ങളുടെ ചർമ്മം തനിയെ തിളങ്ങാൻ തുടങ്ങുന്നു. ഡോക്ടർ ഡേവിസിന്റെ പുസ്തകത്തിൽ ഗട്ടിന്റെ പരിപാലനത്തിലൂടെ ചർമ്മപ്രശ്നങ്ങൾ പൂർണ്ണമായി മാറിയ നിരവധി കേസ് സ്റ്റഡികളുണ്ട്. യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഒരു ഗട്ട് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളെയും നന്നാക്കാൻ സഹായിക്കുന്നു. അത് നിങ്ങളുടെ മെറ്റബോളിസമോ പ്രതിരോധശേഷിയോ അതല്ലെങ്കിൽ സ്കിന്നോ ആകട്ടെ, ഇവയെല്ലാം മെച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് സൂപ്പർ ഗട്ട് എന്ന് പറയുന്നത് വയറിന് മാത്രമുള്ളതല്ല, ഇത് നിങ്ങളുടെ മുഴുവൻ ശരീരത്തിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഗട്ട് ശരിയാകുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ശരീരവും പുതിയ ഊർജ്ജത്തോടെയും ഉന്മേഷത്തോടെയും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ചാപ്റ്റർ 8 യഥാർത്ഥ ജീവിതത്തിലെ മാറ്റങ്ങൾ, പ്രതീക്ഷയുടെ കഥകൾ. ഈ പുസ്തകത്തിൽ മനുഷ്യരുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ച അനേകം യഥാർത്ഥവും ശക്തമായ മാറ്റങ്ങളുടെ കഥകളുണ്ട്. ഗട്ടിനെ ശരിയായി പരിപാലിക്കുകയാണെങ്കിൽ ദഹനപ്രശ്നങ്ങൾ, ഉത്കണ്ഠ, അമിതവണ്ണം, ബ്രെയിൻ ഫോഗ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് ഈ കഥകൾ നമുക്ക് കാണിച്ചു തരുന്നത്. വർഷങ്ങളോളം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കാരണം ബുദ്ധിമുട്ടിയ ഒരു സ്ത്രീയുടെ കഥയുണ്ട് ഈ പുസ്തകത്തിൽ. വയറുവേദന, മലബന്ധം, തുടർച്ചയായ ദഹനക്കുറവ് എന്നിവ കാരണം അവളുടെ ദൈനംദിന ജീവിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അവൾ സൂപ്പർഗട്ട് പ്രോട്ടോകോൾ പിന്തുടർന്നപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവളുടെ എല്ലാ പ്രശ്നങ്ങളും കുറയാൻ തുടങ്ങി. എല്ലാ സമയത്തും വയറിന് അസ്വസ്ഥതയുണ്ടായിരുന്ന അവൾക്ക് ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സാധാരണ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ട്. തുടർച്ചയായ ഉത്കണ്ഠയും ബ്രെയിൻ ഫോഗും നേരിട്ട ഒരു യുവാവിന്റെ കഥ പറയാം. അവന് ശരിയായി ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ഉറക്കവും വളരെ മോശമായിരുന്നു. അവൻ തന്റെ ഗട്ടിനെ പരിപാലിക്കാൻ തുടങ്ങിയപ്പോൾ ക്രമേണ അവന്റെ മനസ്സിന്റെ സമ്മർദ്ദം കുറഞ്ഞു. അവന്റെ തലച്ചോറ് കൂടുതൽ വ്യക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അവന് കൂടുതൽ ശ്രദ്ധയും ശാന്തതയും അനുഭവപ്പെട്ടു. സൂപ്പർഗട്ട് പ്രോട്ടോകോൾ പിന്തുടർന്ന് വലിയ ഡയറ്റിങ്ങോ ജിമ്മിലോ പോകാതെ ഭാരം കുറയ്ക്കുകയോ ഊർജ്ജം വർദ്ധിപ്പിക്കുകയോ ചെയ്ത അമിതഭാരമുള്ള ആളുകളുടെ നിരവധി കഥകളും സൂപ്പർഗട്ട് എന്ന ഈ പുസ്തകത്തിലുണ്ട്. ഗട്ട് ശരിയായിരിക്കുമ്പോൾ വിശപ്പും ആഗ്രഹങ്ങളും നിയന്ത്രിക്കാൻ കഴിയുമെന്നും ഇത് ഭാരം കുറയ്ക്കാൻ എളുപ്പമാകുമെന്നും ഈ ആളുകൾ പറയുന്നു. ഈ ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: ഈ മാറ്റങ്ങൾ ചില ആളുകൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ആർക്കും ഇത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. നമ്മൾ നമ്മുടെ ഗട്ടിനെ ശരിയായി പരിപാലിക്കുകയും ശരിയായ ഭക്ഷണം കഴിക്കുകയും ശരീരത്തിന് ആവശ്യമുള്ള അവസരം നൽകുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഇതാണ് സൂപ്പർ ഗട്ടിന്റെ യഥാർത്ഥ മാന്ത്രികത. ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും കൊണ്ടുവരാൻ ഡോക്ടർ ഡേവിസിന്റെ സൂപ്പർഗട്ട് പ്രോട്ടോകോൾ പിന്തുടരുന്നതിലൂടെ സാധിക്കും. ചാപ്റ്റർ 9 നിങ്ങളുടെ സൂപ്പർഗട്ട് യാത്ര തുടങ്ങാനുള്ള 10 ദിവസത്തെ പ്ലാൻ. നിങ്ങൾക്ക് സൂപ്പർഗട്ട് യാത്ര തുടങ്ങണമെങ്കിൽ ശരിയായതും വ്യക്തവുമായ രീതിയിൽ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഗട്ട് പതിയെ പതിയെ ശരിയാകാനും നിങ്ങളുടെ ആരോഗ്യത്തിൽ മാറ്റങ്ങൾ അനുഭവിക്കാനും ചില പ്രത്യേക കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ കാര്യം, ഗട്ടിന് ദോഷം വരുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതാണ്. പഞ്ചസാര, പ്രോസസ് ചെയ്ത കാർബോഹൈഡ്രേറ്റ്സ്, പ്രത്യേകിച്ച് വീക്കം വർദ്ധിപ്പിക്കുന്ന ഗോതമ്പ് അതല്ലെങ്കിൽ ധാന്യങ്ങൾ എന്നിവയെല്ലാം ഇതിലുൾപ്പെടും. ഇതിനോടൊപ്പം നല്ല ബാക്ടീരിയകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുളിപ്പിച്ച ഭക്ഷണങ്ങളായ വീട്ടിലുണ്ടാക്കുന്ന സൈബോ, യോഗർട്ട്, അച്ചാർ, പഴംകഞ്ഞി, ഉപ്പിലിട്ടവ എന്നിവയെല്ലാം ഇതിലുൾപ്പെടും. ഇതുകൂടാതെ ഗട്ടിലെ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമായി വർത്തിക്കുന്ന നാരുകൾ നിറഞ്ഞ പച്ചക്കറികളും പ്രധാനമാണ്. രണ്ടാമത്തെ പ്രധാന ശീലം എല്ലാ ദിവസവും പ്രോബയോട്ടിക്സ് കഴിക്കുക എന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ ഗട്ടിൽ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുകയും ദോഷകരമായ ബാക്ടീരിയകളെ നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യും. ഇതിനോടൊപ്പം ഒരു നല്ല ദിനചര്യ ഉണ്ടാക്കുക. ആവശ്യത്തിന് ഉറങ്ങുക, സമ്മർദ്ദം കുറയ്ക്കാൻ വിശ്രമിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അങ്ങനെ നിങ്ങളുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിരിക്കും. നിങ്ങളുടെ ശരീരത്തിലും ഗട്ടിലുമുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. വയർവീർക്കൽ, ദഹനം, ഉറക്കം, മാനസികാവസ്ഥ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം, ഇവയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് ദിവസവും നിങ്ങൾ കുറിച്ചുവെക്കുക. ഇതിലേത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫലപ്രദമാകുന്നതെന്നും എവിടെയാണ് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതെന്നും മനസ്സിലാക്കാൻ സഹായിക്കും. തുടക്കത്തിൽ ക്ഷമയും സ്ഥിരതയും വളരെ പ്രധാനമാണ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മാറ്റങ്ങൾ സാവധാനത്തിലേ അനുഭവപ്പെടുകയുള്ളൂ.
ചിലപ്പോൾ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. പക്ഷേ ഇതാണ് നിങ്ങളുടെ ശരീരം സുഖം പ്രാപിക്കാൻ തുടങ്ങുന്ന സമയമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വയം പ്രചോദിതനായി ആ റുട്ടീനിൽ നിന്ന് പിന്മാറാതിരിക്കുക. ചെറിയ മാറ്റങ്ങളെപ്പോലും സ്വയം അഭിനന്ദിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിനുമുള്ള വലിയൊരു നിക്ഷേപമാണെന്ന് ഓർമ്മിക്കുക. ആദ്യത്തെ 10 ദിവസം ശരിയായ രീതിയിൽ പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ ഊർജം വർദ്ധിക്കുന്നതും വയറിലെ ബുദ്ധിമുട്ടുകൾ കുറയുന്നതും മനസ്സ് സന്തോഷത്തിലായിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് സൂപ്പർ ഗട്ടിന്റെ മാന്ത്രികത. പതിയെ പതിയെ എന്നാൽ ആഴത്തിലുള്ള ഫലങ്ങളോടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെഴുതാൻ ഇതിലൂടെ സാധിക്കും. ചാപ്റ്റർ 10 ഉപസംഹാരം. ഇനി അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണ്? നമ്മുടെ ആരോഗ്യത്തിന്റെ യഥാർത്ഥ രഹസ്യം നമ്മുടെ ഗട്ടിലാണ്, അതായത് നമ്മുടെ വയറിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നതാണ്. സൂപ്പർ ഗട്ടിന്റെ ഓഥറായ വില്യം ഡേവിസ് പറയുന്നത്, നമ്മുടെ ശരീരവും തലച്ചോറും മുഴുവൻ ജീവിതവും ഗട്ടിനെ ആശ്രയിച്ചാണിരിക്കുന്നത് എന്നാണ്. മോശം ജീവിതശൈലി, തെറ്റായ ഭക്ഷണം, സമ്മർദ്ദം ഇവയെല്ലാം നമ്മുടെ ഗട്ടിനെ മോശമാക്കി മാറ്റുന്നു. ഇതെല്ലാം ശരിയാക്കി നല്ല ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാമെന്നും ഡോക്ടർ ഡേവിസ് നമ്മളെ പഠിപ്പിക്കുന്നു. സൂപ്പർ ഗട്ട് പ്രോട്ടോക്കോൾ പിന്തുടർന്ന് ശരിയായ ഭക്ഷണരീതിയിലൂടെയും ശീലങ്ങളിലൂടെയും നമുക്ക് നമ്മുടെ വയറിനെ മാത്രമല്ല മുഴുവൻ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യകരമാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. ഓരോ വ്യക്തിയും സ്വന്തം ഡോക്ടറായി മാറണമെന്നും സ്വന്തം ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ശരീരത്തിന്റെ ശബ്ദം മനസ്സിലാക്കണമെന്നും ഡോക്ടർ ഡേവിസ് പറയുന്നുണ്ട്. സ്വയം സുഖപ്പെടുത്താൻ നമ്മുടെ ശരീരത്തിന് ഒരു അത്ഭുതകരമായ കഴിവുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ അതിനെ വിശ്വസിക്കുകയും ശരിയായ ദിശയിൽ ചുവടുവെക്കുകയും ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ശരീരത്തെയും ഗട്ടിനെയും വിശ്വസിക്കണമെന്ന് ഞാനും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ആരോഗ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം കൈകളിലാണ്. നിങ്ങളുടെ ശീലങ്ങളിലൂടെയും അവബോധത്തിലൂടെയും നിങ്ങൾക്കതിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഏതു വലിയ മാറ്റവും പതിയെയാണ് സംഭവിക്കുക. എന്നാൽ ഓരോ ചെറിയ ചുവടുവെപ്പും നിങ്ങളെ ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ച ആശയങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും വലിയ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് വളരെ ചെറിയ ഒരു തിരിച്ചറിവിൽ നിന്നാണ്. ഒരുപക്ഷേ ആ തിരിച്ചറിവ് ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. നമ്മുടെ ശരീരത്തിനുള്ളിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഈ ഗട്ട് മൈക്രോബയോമിനെ നാം എത്ര നന്നായി സംരക്ഷിക്കുന്നുവോ അത്രയും മികച്ച രീതിയിൽ നമ്മുടെ ശരീരവും മനസ്സും പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ആരോഗ്യയാത്രയിൽ ഗട്ടിനും ഒരു പ്രധാന സ്ഥാനം നൽകാൻ ശ്രമിക്കൂ. ചെറിയ നല്ല ശീലങ്ങൾ പോലും കാലക്രമേണ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മറക്കരുത്. ഇത്തരത്തിൽ ശാസ്ത്രീയ വിവരങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്ന പുസ്തക സംഗ്രഹങ്ങളും ആരോഗ്യ വിഷയങ്ങളും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അടുത്തതായി ഏതു വിഷയത്തെക്കുറിച്ച് വീഡിയോ വേണമെന്ന് കമന്റിൽ എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ നിർദ്ദേശവും ഞങ്ങൾ വായിക്കുകയും ഭാവിയിലെ വീഡിയോകൾ ഒരുക്കുമ്പോൾ പരിഗണിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിനും വിലപ്പെട്ട സമയത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു മികച്ച ഉപകാരപ്രദമായ അറിവുമായി നമുക്കുടൻ കാണാം. അതുവരെ നിങ്ങളുടെ ആരോഗ്യത്തെ സ്നേഹിക്കൂ, നിങ്ങളുടെ ഗട്ടിനെ കരുതലോടെ സംരക്ഷിക്കൂ. ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകൂ. പരക്കട്ടെ പ്രകാശം.